വംശം ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ മുതല് എനിക്ക് ഹലാലാകുമോ എന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാനിതിനെ തിരസ്കരിക്കുകയാണ് എന്ന് രാജ്യം ഭരിക്കുന്ന മുസ്ലിം രാജാവിനോട് ഇന്ത്യയിൽ അന്നത്തെ ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരാത്മീയ തേജസ്വി വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. ഇതാണ് ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആ പാരമ്പര്യം എന്ന് പറയുന്നത് എന്നും മനുഷ്യത്വത്തോടൊപ്പം നീങ്ങിയിട്ടുള്ള പാരമ്പര്യമാണ്. വർഗീയതക്കോ ഭീകരമായ പ്രവർത്തനങ്ങൾക്കോ ഒന്നുമല്ല അതിൽ സ്വാധീനമുള്ളത്. സ്നേഹമാണ്, വിശാലമായ സ്നേഹമാണ്. യഖീൻ മഹ്കം, അടിയുറച്ച വിശ്വാസം, അമൽ പൈഹം, നിരന്തരമായ കഠിനാധ്വാനം, മൊഹബ്ബത്ത് ഫാത്തിഹെ ആലം, ലോകത്തെ മുഴുവൻ ജയിച്ചടക്കുന്ന സ്നേഹം. ജിഹാദ് സിന്ദഗാനി മേ യഹേ മർദോം കി ശംശീറേ, ജീവിതത്തിന്റെ സമരാങ്കണത്തിൽ ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ഇതാണ് ആണുങ്ങളുടെ ആയുധങ്ങൾ. ആണുങ്ങളുടെ ആയുധം അടിയുറച്ച വിശ്വാസമാണ്, യഖീൻ. ഇന്നിതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ യഖീൻ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വെറും ഈമാനല്ല, അല്ലദീനഹും യൂഖിനൂൻ, അടിയുറച്ച് വിശ്വസിക്കുന്ന നല്ല ഉറച്ച വിശ്വാസം. അത് യുവാക്കളുടെ മനസ്സിൽ വാർത്തെടുക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ആത്മീയമായ മൂല്യങ്ങളും നൈതിക മൂല്യങ്ങളുമില്ലാതെ മനുഷ്യന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട കാലമാണ്. ഉത്തരേന്ത്യയിൽ ഒരു മുസ്ലിം തേജസ്വി ജീവിച്ചിരുന്നു. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. സമയപരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ പണ്ഡിത തേജസ്വി ജീവിച്ചിരുന്നു. അദ്ദേഹം അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടൻ തന്നെ ചോദിക്കും, ഇക്ബാൽ. അദ്ദേഹത്തിന്റെ സേവകന്റെ പേര് ഇക്ബാൽ എന്നായിരുന്നു. ഇക്ബാൽ, എന്താണ് ആ ശബ്ദം കേൾക്കുന്നത്? ഒരു ദിവസം ആ ശബ്ദം കേട്ടപ്പോ, പാത്രം ശബ്ദിക്കുന്നത് കേട്ടപ്പോ അദ്ദേഹം വിളിച്ചു, ഇക്ബാൽ, എന്താണ് അടുക്കളയിൽ നിന്ന് ആ ശബ്ദം? നിങ്ങൾക്ക് അത്താഴത്തിന് വേണ്ടി കരുതി വെച്ച കുറച്ച് ഭക്ഷണ സാധനങ്ങളാണ് എന്ന് സേവകൻ മറുപടി പറയുന്നു. ഇക്ബാൽ, അതെടുത്ത് പുറപ്പെടൂ എന്ന് അദ്ദേഹം പറയുന്നു. ഡൽഹിയിലെ തെരുവുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, തണുപ്പിൽ പുതപ്പും മൂടി കിടക്കുന്ന പാവങ്ങളായ ആളുകൾ, അവരേത് മതസ്ഥരാണെന്ന് ഊഹിക്കാവുന്നതാണ്. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നഗരിയിൽ അവരിൽ അധികം പേരും മുസ്ലിങ്ങളായിരിക്കാൻ സാധ്യതയില്ല. മുസ്ലിങ്ങളും ഉണ്ടാകാം, പക്ഷേ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ മറ്റ് മതസ്ഥരോ ആയിട്ടുള്ള ധാരാളം ആളുകൾ, അവരുടെ വായിൽ കൊണ്ടുപോയി അദ്ദേഹം റൊട്ടിയുടെ കഷ്ണം വെച്ചു കൊടുക്കുന്നു. അദ്ദേഹമാണ് നിസാമുദ്ദീൻ ഔലിയ. ആ നിസാമുദ്ദീൻ ഔലിയെ ഈ രാജ്യം ബഹുമാനിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിസാമുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പോലും ഹസരത്ത് നിസാമുദ്ദീൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ഡൽഹിക്ക് പോകാൻ ഒരു മലയാളി ടിക്കറ്റ് എടുക്കുമ്പോൾ ഹസരത്ത് നിസാമുദ്ദീന്റെ പേരിൽ അറിയപ്പെടുന്ന വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്നു. ഡൽഹിയിൽ മർക്കസുമായി ബന്ധപ്പെട്ട് നിസാമുദ്ദീൻ ഔലിയയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം, അവിടുത്തെ സഹോദരങ്ങളുമായി പലപ്പോഴും ബന്ധപ്പെടാൻ എന്റെ പാർലമെന്റ് ജീവിതകാലത്ത് എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പല സമയത്തും അവരിങ്ങോട്ട് വരികയും അവരെ കാണുകയും ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്, ഈ ആത്മീയമായിട്ടുള്ള ബോധനം അത് വളരെ ആവശ്യമായ ഒരു കാലത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. വർഗീയവാദികളെയോ തീവ്രവാദികളെയോ ഭീകരവാദികളെയോ ഉൽപ്പാദിപ്പിക്കുന്നത് മതസ്ഥാപനങ്ങളല്ല, മതമില്ലാത്ത സ്ഥാപനങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. മതസ്ഥാപനങ്ങളല്ല, മതം കാരുണ്യമാണ്, മതം സ്നേഹമാണ്, മതം ഭൂതദയയാണ്. പാതിരാവിൽ തന്റെ പരിപരിത്ത ഈത്തപ്പനയോലയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് വിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ നടത്താറുണ്ടായിരുന്ന ഒരു വാക്കുണ്ട്. അതിനെ ഒരു പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതൊരു ദുആയുടെ രൂപത്തിലല്ലെങ്കിലും, ഇന്നമാ അന ഷഹീദുൻ അന്നന്നാസ കുല്ലുഹും ഇഖ്വ, എല്ലാ മനുഷ്യരും സഹോദരന്മാരാണെന്നതിന് ഈ പാതിരാത്രി ഞാൻ സാക്ഷിയാവുകയാണ്. അത് പറഞ്ഞ് വീണ്ടും ഉറങ്ങാൻ പോകുന്ന പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മാർഗമാണ് ഈ ദീൻ. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉരുകുന്ന ഒരു ഹൃദയമാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ പരിശുദ്ധ റസൂലിന്റെ സുന്നത്തിലുള്ള ഇൽമ്, അറിവ്, വിദ്യ അതൊരിക്കലും മനുഷ്യന് അല്ലാതെ വരില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരിക്കൽ വലിയ ചൂടുപിടിച്ച ചർച്ച നടന്നു. മദ്രസകളിൽ ഭീകര പ്രവർത്തനം നടക്കുന്നു. ഉത്തരേന്ത്യയിൽ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മദ്രസ എന്ന അർത്ഥമല്ല. ഉത്തരേന്ത്യയുമായി ബന്ധമുള്ള മർക്കസിന്റെ ധാരാളം സുഹൃത്തുക്കൾ, അവിടെ ഉന്നത അറബ് ദീനീ കലാലയങ്ങൾക്കും മദ്രസ എന്നാണ് പറയാം. ഇവിടെ നമ്മുടെ നാട്ടിൽ മദ്രസ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഏറിയ 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയുള്ള മദ്രസക്കാണ് പറയാം. അവിടെ വലിയ വലിയ കോളേജുകളൊക്കെ മദ്രസകളാണ്. അതുകൊണ്ട് മദ്രസകളിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏത് സ്ഥാപനങ്ങളെയാണ്, ആർക്കെതിരെയാണ് ആ പ്രചാരണം എന്ന് മനസ്സിലാക്കാം. ഞങ്ങളന്ന് മുസ്ലിം എംപിമാർ പാർലമെന്റിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. ഈ മദ്രസകൾ ഏതെന്ന് കണ്ടെത്തണം. ഇതിന്റെ പേരിൽ ഇന്ത്യയിലെ മുഴുവൻ മതസ്ഥാപനങ്ങളെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തരുത്. അങ്ങനെ കണ്ടെത്തിയാൽ, ഇന്ത്യ ഗവൺമെന്റ് അതിനെ ഐഡന്റിഫൈ ചെയ്താൽ, അത്തരം സ്ഥാപനങ്ങളുടെ ആ നിലപാടുകൾക്കെതിരെ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിയോടൊപ്പം നിൽക്കാൻ പാർലമെന്റിലെ ഇരുസഭകളിലുള്ള മുസ്ലിം എംപിമാർ തയ്യാറാണ് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ LK അദ്വാനിയെ ഞങ്ങൾ അറിയിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലമാണ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചത്. ഇന്നും ഗവൺമെന്റ് രേഖയിലുണ്ട്. ആ റിപ്പോർട്ടുമായിട്ട് ആഭ്യന്തരമന്ത്രി അഭിവന്ദനായ ശ്രീ LK അദ്വാനി പാർലമെന്റിൽ വന്നു. അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു മദ്രസയെയും കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇത് ശ്രീ LK അദ്വാനി ഇന്ത്യയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ച പേപ്പറാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രചാരണങ്ങളാണ്, അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങളാണ്. അത്തരം പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ പ്രവർത്തനങ്ങൾ, അതാണ് ആവശ്യമായിട്ടുള്ളത്. പ്രിയങ്കരനായ KT ജലീൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തീർച്ചയായും നമ്മുടെ സാഹോദര്യവും സ്നേഹവും കൂടുതൽ വ്യാപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ആ സാഹോദര്യത്തിന്റെ ശ്രമങ്ങളിലൂടെ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ഈ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഏറ്റവും വലിയ സംഗതി അതായിരിക്കണം, നേട്ടം അതായിരിക്കണം. കേരളത്തിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുന്നു. എന്താണ് ഈ വൃദ്ധസദനം? വിദ്യാഭ്യാസമുള്ള ആളുകൾ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇവിടെ പാർക്കണ്ട, ഇവിടെ പാർക്കണ്ട, മുടക്ക ചരക്കായ നിങ്ങൾ ഇവിടെ വേണ്ട. പ്രായമെത്തിയ ബാപ്പ, പ്രായമെത്തിയ അച്ഛൻ, താങ്ങിയിരുത്തേണ്ട കാലം മക്കൾ, താങ്ങിയിരുത്തേണ്ട സമയം. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ പ്രതിസന്ധിയെക്കുറിച്ച്? ആരെങ്കിലും ഈ ക്രൈസിസിനെ കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ടോ? ഉന്നത നിലവാരത്തിൽ താങ്ങിയിരുത്തണം, മരുന്ന് തേച്ചു കൊടുക്കണം. ആരും അതിന് ശ്രമിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിദ്യാഭ്യാസമല്ലാതെ എന്താണ് പരിഹാരം? അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്തിക്കും. ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നു, മാതാക്കളുടെ കാൽ കീഴെയാണ് നിങ്ങളുടെ സ്വർഗം എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞു, ലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് ഉഫ് എന്ന് പോലും പറഞ്ഞു പോകും. ഉഫ് എന്ന ഒറ്റ വാക്ക് ഗവേഷണം ചെയ്യപ്പെടേണ്ട വാക്കാണ്. മാതാപിതാക്കൾക്ക് പ്രായമെത്തിയാൽ അവരെ ആക്രമിച്ച് ആട്ടിപ്പുറത്താക്കണമെന്നില്ല, അവരെ ബുദ്ധിമുട്ടിക്കണം, മർദ്ദിക്കണം എന്നില്ല. ഒരു വാക്ക് പോലും വാർദ്ധക്യത്തിൽ നിന്റെ പിതാവിന്റെ, നിന്റെ മാതാവിന്റെ മനസ്സിൽ വലിയ വലിയ സങ്കടമുണ്ടാക്കും, വലിയ കഥനമുണ്ടാക്കും, സഹിക്കാൻ കഴിയാത്ത ആഘാതമായിരിക്കും അത്. അതുപോലും ഉഫ്, സത്യം പറഞ്ഞ ഉഫ് നമുക്ക് മലയാളത്തിലേക്ക് പോലും പരിഭാഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു പദമാണ്. വേദിയിലുള്ള ദീനീ വിജ്ഞാനീയങ്ങളിലും അറബ് ഭാഷയിലും ധാരാളം അവഗാഹമുള്ള പണ്ഡിതന്മാർ ഇനിയും അതേക്കുറിച്ച് ചിന്തിച്ച് അത്തരം കാര്യങ്ങളെ ഹല്ല് ചെയ്യുന്നതിന് കൂടുതൽ ആലോചനകൾ ആവശ്യമായിട്ടുള്ളതാണ്. എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ലഭ്യമായതനുസരിച്ച്. പക്ഷേ അതുപോലും ഖുർആൻ വിലക്കി. എനിക്ക് നന്ദി കാണിക്കണമെന്ന് പറഞ്ഞ ശേഷം ഖുർആൻ പറഞ്ഞു, അനിഷ്കുർലി വലിവാലിദൈക,